ആസ് യൂഷ്വൽ നമ്മളിന്ന് റീഡിങ്ങിൻ്റെ സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടുഡേ ഐ കം വിത്ത് എ ബ്രേക്ക് ത്രൂ പോയിന്റ് ഓഫ് എ OET റീഡിങ്, ദാറ്റ് ഈസ് എ പാർട്ട്. ഓക്കെ, കഴിഞ്ഞ പ്രീവിയസ് ലൈവിലെല്ലാം നമ്മൾ ബിയും സിയുമാണ് ഡിസ്കഷൻ ചെയ്തത്. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു സജഷനാണ് എ പാർട്ടോടെ ഇൻക്ലൂഡ് ആക്കണമെന്ന്. അക്കോർഡിംഗ് ടു യുവർ റിക്വസ്റ്റ് ഇന്ന് എ പാർട്ടാണ് നമ്മൾ ഡിസ്കഷൻ പോകുന്നത്. വി ക്യാൻ വെയിറ്റ് ഫ്യൂ സെക്കൻഡ്സ് ഫോർ അവർ സ്റ്റുഡൻസ്. യെസ് ജോണി, ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും ജോയിൻ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രീവിയസ് ലൈവിൽ നമ്മുടെ സി പാർട്ടാണ് സെക്ഷൻ ഡിസ്കസ് ചെയ്തത്. അതിൽ റെഫറൻസ് ഓർ ലെക്സിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഒപ്പീനിയൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കുറച്ച് ഹിൻറ്റിംഗ് വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. യെസ് അല്ല, ഗുഡ് മോർണിംഗ്. ഓക്കെ, യെസ്, നമ്മളിപ്പം പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഒപ്പീനിയൻ ബേസ്ഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടൈപ്പും ഡിസ്കസ് ചെയ്തു അല്ലേ. ഓക്കെ, ആറ്റിറ്റ്യൂഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷോയിങ് സംതിങ് ഫീലിംഗ് ആണ്, അതായത് അവരുടെ അതിനോടുള്ള കൺസെപ്റ്റ് എന്താണ്, ദാറ്റ് മീൻസ് അവരുടെ അപ്രോച്ച് എന്താണ്. ഓക്കെ, നമ്മുടെ മലയാളം എന്ന് പറയുന്ന മനോഭാവം എന്തെന്നുള്ളതാണ്. മോസ്റ്റ്ലി ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മെജോറിറ്റി ഓപ്ഷൻസ് ആർ ഷോർട്ട്. അപ്പം ദാറ്റ് മീൻസ് അവരെന്താണ് അവിടെ ആ ഒരു റിസർച്ച് അല്ലെങ്കിൽ ആ ഒരു സ്റ്റഡിയോടുള്ള അപ്രോച്ച് എന്തെന്നുള്ള കാര്യമാണ് അവിടെ അവർ നോക്കുന്നത്. അവിടെ മേ ബി എന്താണ് പാരഗ്രാഫിൽ സംടൈംസ് ദേ ഷോയിങ് സം ഹിൻസ് ലൈക്ക് ഹോപ്പ്ഫുള്ളി, ഫോർച്ചുനേറ്റ്ലി, സെയിം ലൈക്ക് ദാറ്റ് നെഗറ്റീവ് കൺസെപ്റ്റും വരാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി, റിഗാർഡ്ലെസ്. ഓക്കെ, ആൻഡ് ദെൻ എ ലിറ്റിൽ എവിഡൻസ് ദാറ്റ് ഷോയിങ് എ പോസിറ്റീവ് തിങ്കിങ്, ബിക്കോസ് എ ലിറ്റിൽ എവിഡൻസ് മീൻസ് ഇറ്റ്സ് ഹാവ് സം എവിഡൻസ്. ആൻഡ് ദെൻ little evidence means the meaning is hardly any. That means very 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 less evidence എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അന്നു, റീന, all have a very good morning. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം ജോയിൻ ആവുന്നുണ്ട്. വി ക്യാൻ സ്റ്റാർട്ട് അവർ ടുഡേയ്സ് സെക്ഷൻ, ദാറ്റ് ഈസ് എ പാർട്ട് സെക്ഷൻ. ഓക്കെ, അപ്പോൾ എ പാർട്ടിൽ നമുക്ക് എൻറ്റയർ റീഡിങ്ങിൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. ആ 1 hour നമുക്ക് ഒരു ഒന്നിച്ചല്ല ടുഗദറായിട്ടല്ല കിട്ടുന്നത്. ഇറ്റ് വിൽ ബി ഡിവൈഡിങ് ഇൻ ദ 2 സെക്ഷൻ. ദ ഫസ്റ്റ് സെക്ഷൻ ഈസ് എ പാർട്ട്, റീഡിങ് എ പാർട്ട്. ദ ടൈം ഈസ് 15 minutes അല്ലേ. 15 minutesൽ ഇൻ ദ 15 minutes വി നീഡ് ടു കംപ്ലീറ്റ് ദ 20 question അല്ലേ. 20 question ആണ് നമ്മൾ ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത് വിത്തിൻ ദ 15 minutes. അപ്പം പെർ ക്വസ്റ്റ്യന് നമുക്ക് 1 minute പോലും ഇല്ല. ഓക്കെ, വി നീഡ് ടു കംപ്ലീറ്റ് അവർ ആൻസർ വെരി ഫാസ്റ്റ്ലി അല്ലേ. ആൻഡ് ഒരു 1 minute നിയർ പോലും നമുക്ക് എടുക്കാനില്ല അല്ലേ. അപ്പം റാൻറ്റ് എന്നാണ് വളരെ സ്പീഡിലാണ് എൻ്റെ 20 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത് ബൈ ദ പ്രാക്ടീസ് ഇറ്റ് വിൽ ബി വെരി ഈസി. ഓക്കെ, അപ്പം എല്ലാവരും എന്താണ് ചെയ്യേണ്ടത്, നന്നായിട്ട് എ പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. യെസ്, എ പാർട്ടിൽ നമുക്ക് എന്താണ് സ്പീഡ് എന്ന് പറയുന്ന കാര്യം ഒരു ഫാക്റ്റാണ് അല്ലേ. അപ്പോൾ സ്പീഡ് ആകുക എന്ന് പറയുന്നത് റീഡിങ് എബിലിറ്റി വേണം. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്താണ് കോൺസെൻട്രേഷൻ അവിടെ ഡെവലപ്പ് ആവണം. മേ ബി മിക്ക ആൾക്കാരും പറയാറുണ്ട് ആൻസർ ഫ്രണ്ടിലുണ്ട് എന്നിട്ട് പോലും ആൻസർ എല്ലായിടത്തും കിടന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അതിനൊരു ബെസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പസിൽസൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പം കോൺസെൻട്രേഷൻ നിങ്ങളുടെ ഫ്രീ ടൈമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻഗേജ് ആകുക. പസിൽസ്, വേർഡ് പസിൽസൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് റീഡിങ് എ പാർട്ട് നമ്മൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താനായിട്ട്. ഇതെല്ലാം എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ നമ്മളെന്താണ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് ഒരു ലിമിറ്റിൽ നമുക്കെന്താണ് ഇത് ഒരു നല്ല ഒരു ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് 4 ടെക്സ്റ്റ് അല്ലേ. അക്കോർഡിംഗ് ടു ഇപ്പം മേ ബി എന്താണ് ഒരു ഡിസീസ് കണ്ടീഷൻ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ ആവാം അല്ലേ. ഇതിലേതെങ്കിലും ഒരു രീതിയിലാണ് നമ്മുടെ എ പാർട്ട് വരുന്നത്. ഇറ്റ്സ് ഹാവ്സ് 4 ടെക്സ്റ്റ് ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് ടെക്സ്റ്റ് വി നീഡ് ടു ആൻസർ അവർ 20 question. അപ്പോൾ 4 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അല്ലേ. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഗോ ത്രൂ അവർ ഈച്ച് ടെക്സ്റ്റ്. ABCD അങ്ങനെ 4 ടെക്സ്റ്റ് ഉണ്ട്. 4 ടെക്സ്റ്റിലെയും കൺസെപ്റ്റ് എന്താണെന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗോ ത്രൂ അവർ 4 ടെക്സ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ എക്സാക്ട് concept of that each text.
ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് 4 ടെക്സ്റ്റും ആയി ബേസ് ചെയ്തല്ല, ജസ്റ്റ് 2 ടെക്സ്റ്റ് എടുത്തുള്ളൂ. ഓക്കെ, ആ 2 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനതിൽ എങ്ങനെയാണ് കൺസെപ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ ടെക്സ്റ്റ് എയും ടെക്സ്റ്റ് ബിയുമാണ് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. അപ്പം ടെക്സ്റ്റ് എയിൽ അപ്പം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് അവർ മെയിൻ ഹെഡിങ് ഓഫ് ദാറ്റ് ടെക്സ്റ്റ്. എന്താണ് ഇതിൻ്റെ മെയിൻ ഹെഡിങ് എന്നുള്ളത് കാര്യം നിങ്ങൾ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് ഈച്ച് ടെക്സ്റ്റിലെയും സബ് ഹെഡിങ് ഉണ്ടെങ്കിൽ അതും നോട്ട് ചെയ്യണം. അപ്പം റിയലി നിങ്ങൾ എന്താണ് ഈ ഹെഡിങ്സ് നന്നായിട്ട് സ്കാൻ ചെയ്യണം. ദാറ്റ് മീൻസ് എന്താണ് ആ ടെക്സ്റ്റിൻ്റെ ഹെഡിങ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ വേണം. എന്താണ് ത്രൂ റീഡിങ് യുവർ ഹെഡിങ് വി നീഡ് ടു ഗെറ്റ് സം ഐഡിയ റിഗാർഡിങ് അവർ എൻ്റർ ടെക്സ്റ്റ് അല്ലേ. എല്ലാവരും മെഡിക്കൽ ഫീൽഡിൽ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ OET എഴുതുന്നത് അല്ലേ. എല്ലാവരും മെഡിക്കൽ സർജിക്കൽ എന്നൊരു സബ്ജക്റ്റ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പാറ്റേൺ എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് വിൽ ബി വെരി ഫെമിലിയർ ടു എവറി വൺ അല്ലേ. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾക്ക് എ പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ സെയിം ലൈക്ക് ദാറ്റ് ആ പാറ്റേൺ ഓൾമോസ്റ്റ് എന്താണ് സിമിലറാണ്. ബിക്കോസ് ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മെജോറിറ്റി എ പാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഡെഫിനിഷൻ വരാം, അതർ നെയിം വരാം, ആൻഡ് ദെൻ ഇസ് ദർ എനി റിസ്ക് ഫാക്ടർ ദാറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻ ദ എ പാർട്ട്. ഓക്കെ, അത് ഡിപ്പെൻസ് ആണ് ആ ഒരു ടോപ്പിക്കിൻ്റെ കണ്ടൻറ് അനുസരിച്ചാണ്. മാക്സിമം എന്താണ് ദ ഓർഡർ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ കൺസെപ്റ്റ് ഓഫ് ദ ഈച്ച് ടെക്സ്റ്റ്. ഹൗ ടു നോ ദാറ്റ്? അതല്ലേ അടുത്തൊരു ഫാക്റ്റ്. നമ്മുടെ 15 minutes ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ആ 15 minutesനെ എഗെയിൻ ഒന്ന് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഫസ്റ്റ് 2 അല്ലെങ്കിൽ 2.5 minutes നിങ്ങൾ ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഹൗ ടു അണ്ടർസ്റ്റാൻഡ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ ഉള്ള ഒരു ടെക്സ്റ്റിലെ കണ്ടൻറ് എന്ന് പറയുന്നത് പീഡിയാട്രിക് നേസോഗാസ്ട്രിക് ട്യൂബ് യൂസ് എന്നുള്ളതാണ് ഇതിലെ ഒരു സബ് ഹെഡിങ് ആയിട്ട് വന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ്. So this is clearly understand. It is relating to the nasogastric tube, relating to പീഡിയാട്രിക് അല്ലേ. പീഡിയാട്രിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അതിന് പീഡിയാട്രിക്സിന് എങ്ങനെയാണോ നേസോഗാസ്ട്രിക് ട്യൂബിൻ്റെ യൂസേജ് എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ വന്നേക്കുന്നത് അല്ലേ. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പം നോക്കാം, നമുക്ക് പാരഗ്രാഫ് നോക്കാം, എങ്ങനെയാണ് റീഡ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പം ഫസ്റ്റ് സെൻറ്റൻസ് എനിവേ ക്ലിയർ ആയിട്ട് തറോ റീഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, വി ക്യാൻ റീഡ്. Nasogastric is the most common route for enteral feeding. It is particularly useful in the short term when it is necessary to avoid a surgical procedure to insert a gastrostomy device. However, in the long term, gastrostomy feeding may be more suitable. അപ്പം ഇതൊരു ഫസ്റ്റ് സെൻറ്റൻസ് ഞാൻ ക്ലിയർ ആയിട്ട് വായിച്ചു. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മേക്ക് എ മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് അക്കോർഡിംഗ് ടു മീ എനിക്കിത് സ്ട്രൈക്ക് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് എന്താണ് നെസോഗാസ്ട്രിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമൺ റൂട്ട് ഫോർ എൻ്റർ ഫീഡിങ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതൊരു കോമൺ റൂട്ടാണ്. പിന്നെ അതുമല്ല പല രീതിയിൽ നമുക്ക് ഈ കൺസെപ്റ്റിൻ്റെ എന്താണ് വളരെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പം അത്യാവശ്യം റീഡിങ് എബിലിറ്റി ഉള്ളൊരു വ്യക്തിക്ക് ഇത്ര ലോങ് ആയിട്ട് വായിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. യു ക്യാൻ ഈസിലി സ്കാൻ ദീസ് തിങ്സ്. ദാറ്റ് മീൻസ് ബട്ട് നോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഒരു മെയിൻ തിങ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യം റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയുമായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. പല രീതിയുണ്ട്. ദേ ഹാവ് ദ സോ മെനി ടെക്നിക്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ദ ഈച്ച് ടെക്സ്റ്റ്. അതാദ്യം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, യെസ്, ഓൾ ഹാവ് എ വെരി ഗുഡ് മോർണിംഗ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചെയ്യേണ്ട കാര്യമാണ് കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളത്. അത് ഏതൊക്കെ രീതിയിൽ മനസ്സിലാക്കാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ഹെഡിങ് നമ്മൾ തറോ റീഡ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സബ് ഹെഡിങ് നോക്കുന്നു. എഗെയിൻ വി വിൽ കം ടു അവർ ടെക്സ്റ്റ്. ടെക്സ്റ്റിൽ ഫസ്റ്റ് സെൻറ്റൻസ് എനിവേ തറോ റീഡാണ് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് ആവുന്ന കാര്യം നോട്ട് ചെയ്യുക. ഇൻ കേസ് ഒരു കോൺട്രാസ്റ്റ് വേർഡ്സ് ദാറ്റ് മീൻസ് ഹൗവർ അങ്ങനെ എന്തെങ്കിലുമുള്ള ഓൾദോ ഈവൻദോ അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻ്റയർ കൺസെപ്റ്റ് എടുക്കുക. ഒരിക്കലും ഹാഫ് മീനിങ്ങിലോട്ട് പോവാൻ പാടില്ല. ക്ലിയർ ആണോ?
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത കാര്യമാണ്. റീഡ് ചെയ്തപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻറ്റ് തോന്നിയ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോമൺ റൂട്ടാന്ന് പറയുന്നുണ്ട്. ആൻഡ് കമ്മിങ് ടു അവർ സെക്കൻഡ് സെൻറ്റൻസ്, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ ഷോർട്ട്. അപ്പം എന്താണ് ഷോർട്ട് ടേം എന്നുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യണം. ആൻഡ് ദെൻ അഗെയിൻ ദർ ആർ ടെല്ലിങ് ഹൗ ഓവർ എന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഷോയിങ് ബിഫോർ ദിസ് ഹൗ ഓവർ പ്രീവിയസ് സെൻറ്റൻസ് എന്തോ ആണ് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നു. ബട്ട് ആഫ്റ്റർ ദ ഹൗ ഓവർ ദേ ആർ ടെല്ലിങ് സം നെഗറ്റീവ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വേറെ രീതിയിലാണ് പറയുന്നത്. ഹൗ ഓവർ ഇൻ ദ ലോങ് ടേം ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിങ് മേ ബി മോർ സ്യൂട്ടബിൾ. അപ്പം ഷോർട്ട് ടൈമിന് യൂസ്ഫുൾ ആണ് നേസോഗ്യാസ്ട്രിക് ട്യൂബും. ലോങ് ടേം ആണെങ്കിൽ ഇറ്റ് ഷോയിങ് ഗ്യാസ്ട്രോസ്റ്റമിക് ഫീഡിങ് ട്യൂബ് ഈസ് മോർ കംഫർട്ടബിൾ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ഇവിടെ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, ആൻഡ് ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് തിങ്. അപ്പോൾ ഇതുപോലെ അപ്പം ഇത് അടുത്ത കുറച്ച് ബുള്ളറ്റ് പോയിൻ്റ് ആണ് പറഞ്ഞത് അല്ലേ. കുറച്ച് ബുള്ളറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഓൺ ദി ടോപ്പ് ഓഫ് ദാറ്റ് എന്താണ് ഒരു സെൻറ്റൻസ് ഉണ്ട്. ആ ബുള്ളറ്റ് പോയിൻ്റ് എന്താണ് മെൻഷൻ ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് ആ സെൻറ്റൻസിൽ ക്ലിയർലി പറയുന്നത്. ഓക്കെ, അപ്പം അത് ക്ലിയർലി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ്, സെറ്റ് ഓഫ് ബുള്ളറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻഫോർമേഷൻസ് അവർ തരികയാണ് സ്റ്റെപ്പ് വൈസ് ആയിട്ട്. ഉറപ്പായിട്ടും അതിനൊരു സൈഡ് ഹെഡിങ് പോലെ കാണും, അല്ലെങ്കിൽ എന്താണ് ഒരു സെൻറ്റൻസ് പോലെ തന്നിട്ട് സെമി കോളൻ ഇട്ടിട്ടാണ് അത് ലിസ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വെരി ഇംപറേറ്റീവ് ടു നോട്ട് ദാറ്റ് സെൻറ്റൻസ്. ഓക്കെ, അപ്പം നോക്കാം നമുക്കിവിടെ എന്താണ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് പീഡിയാട്രിക് നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിങ് ഇൻക്ലൂഡ്. അപ്പം നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിങ്, പീഡിയാട്രിക്കിൻ്റെ നേസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിങ് എന്തൊക്കെ ഇഷ്യൂസ് വരാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഇറ്റ് ഷോയിങ് സം റിസ്ക് അല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ മേളത് പ്രീവിയസ് പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ള ഇറ്റ് ഷോയിങ് സം telling the advantages. That means it will be very useful in the short term purpose, but there is some contrast. It cannot be used in the long term. The better thing is gastrostomy feeding. And the next thing is that they are telling the issues relating the nasogastric tube feed. We can go through what are the issues. Okay, അപ്പം എന്താണ് അപ്പോൾ ഇവിടെ ഇഷ്യൂസ് എന്നുള്ള കാര്യമാണ് നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്തിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ ബുള്ളറ്റ് പോയിന്റ് ഒന്ന് റീഡ് ചെയ്യുക. മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഇതിൽ മാർക്ക് ചെയ്തു ദർ ഇസ് എ കോമൺ ട്രൂത്ത് ആൻഡ് യൂസ്ഫുൾ ഇൻ ദ ഷോർട്ട് ടേം. ആൻഡ് ദെൻ after the however it is very important to note the what is the exact thing, and in the long term gastrostomy feeding. Okay, and then coming to the second thing, they are telling the issues. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായെന്നുള്ള കാര്യം എന്താണ് ഒന്ന് സൈഡിൽ നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു റിമെമ്പർ ദീസ് ഓൾ തിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എഴുതാം ഇറ്റ് ഷോയിങ് സം ബെനിഫിറ്റ് ആൻഡ് ദെൻ ആ ലോങ് ടൈം എന്നുള്ളതും ഗാസ്ട്രോസ്റ്റമി ഫീഡിങ്ങും ഒന്നാണ് നിങ്ങൾക്കൊന്ന് സർക്കിൾ ചെയ്തിടാം. ദാറ്റ് മീൻസ് എന്താണ് ഇതിൻ്റെ എന്താണ് NG ട്യൂബിന് അതർ ദാൻ വേറൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ഓക്കെ, ദെൻ വി നീഡ് ടു റൈറ്റ് സം ഇഷ്യൂസ് ഓർ പ്രോബ്ലം ഓർ റിസ്ക് എന്നുള്ളത് സൈഡിൽ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ദെൻ കമ്മിങ് ടു അവർ സെക്കൻഡ് ടെക്സ്റ്റ്. ഓക്കെ, സെക്കൻഡ് ടെക്സ്റ്റ് ബി ആണ് ഇൻക്ലൂഡ് ആക്കിയേക്കുന്നത്. അപ്പം ടെക്സ്റ്റ് ബി നമുക്ക് നോക്കാം. ദർ ഇസ് നോ ഹെഡിങ് ഹിയർ, ബട്ട് വി നീഡ് ടു read the first sentence exactly. Inserting the nasogastric tube, all tube must be radiopaque throughout their length and have external visible markings. ഓക്കെ, അപ്പം ഇവിടെയാണ് ഓൾ ട്യൂബ് മസ്റ്റ് ബി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എല്ലാ ട്യൂബും എങ്ങനെ ആയിരിക്കണം? റേഡിയോ ഒപ്പേക്ക് ആയിരിക്കണം. അതിൻ്റെ ത്രൂ ഔട്ട് ദിയർ ലെങ്ത് ആൻഡ് എക്സ്റ്റേണൽ വിസിബിൾ മാർക്കിംഗ്. ദാറ്റ് മീൻസ് എന്താണ്? ക്ലിയർ ആയിരിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മസ്റ്റ് ബി റേഡിയോ ഒപ്പൈക്ക്, വി നീഡ് ടു മാർക്ക് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും അതെന്താണ് ആ ലെങ്ത് ഫുൾ എന്തായിരിക്കാം? അത് റേഡിയോ ഒപ്പൈക്ക് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ the next thing is that there are two things: wide bore, that is for short term use only, and the range of size for pediatric use is, and then 5 French to 10 French. And the second thing, fine bore for long term use എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ദാറ്റ് വിൽ ബി ചേഞ്ച്ഡ് എവറി 30 days എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഷോയിങ് സം ടൈപ്പ് അല്ലെ, ടൈപ്പ് അല്ല ഇത് കാണിക്കുന്നത് 1 2 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷോർട്ട് ടേം എന്ന് ലോങ് ടേം എന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇഞ്ചും പറയുന്നുണ്ട് ആൻഡ് ദെൻ ഡേയ്സും പറയുന്നുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദ സൈഡിൽ എന്ത് നോട്ട് ചെയ്യാം? വി ക്യാൻ റൈറ്റ് ടൈപ്പ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ക്ലിയർ ആയോ? ആൻഡ് ദെൻ ടെക്സ്റ്റ് ബിയുടെ കണ്ടിന്യൂഷൻ വരുന്നത് കഴിഞ്ഞിട്ടില്ല. ടെക്സ്റ്റ് ബി ഇൻ ജനറൽ, okay, tube size of 6 Frenches are used for standard feeds.
അപ്പോൾ എന്താണ്, ഇൻ നോർമൽ ഫീഡ്സിലെല്ലാം 6 ഫ്രഞ്ചാണ് അതിൻ്റെ സൈസ് യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ചെക്കിങ് ദ ട്യൂബിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഇൻടാക്റ്റ് അവിടെ നോക്കണം. ഓക്കെ, ആൻഡ് ദെൻ ലുബ്രിക്കേറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇഫ് ദ ചൈൽഡ് ഷോസ് സൈൻസ് ഓഫ് ബ്രെത്ത്ലെസ്നെസ് ഓർ സിവിയർ കഫിങ് റിമൂവ് ദ ട്യൂബ് ഇമ്മീഡിയറ്റ്ലി. അതൊരു കോഷനാണ്. എന്താണ് ചൈൽഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, എന്താണ് കഫിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബ്രെത്ത്ലെസ്നെസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അവിടെ റിമൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ദെൻ ലൈറ്റ്ലി സെക്യൂർ ദ ട്യൂബ് വിത്ത് ടേപ്പ് അണ്ടിൽ ദ പൊസിഷൻ ഹാസ് ബീൻ ചെക്ക്ഡ്. എന്താണ് ട്യൂബിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ലൈറ്റായിട്ട് ട്യൂബിനെ ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ ഇങ്ങനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫുള്ളായിട്ട് റീഡ് ചെയ്യാനുള്ള ടൈമില്ല അല്ലേ. നമ്മൾ പ്രീവിയസിൽ ഞാൻ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നിങ്ങൾ എന്താണ് നോക്കുമ്പോൾ എന്തൊക്കെ കൺസെപ്റ്റാണ് ഇതിൽ കാണുന്നത്. എനിവേ ഫസ്റ്റ് സെൻറ്റൻസ് റീഡ് ചെയ്യുക. ബാക്കിയുള്ളത് എന്താണ് സ്കിം ചെയ്ത് വായിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ സ്കിം ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ടൈപ്പ് കണ്ടു അല്ലേ, ടൈപ്പ് കണ്ടു. ഇറ്റ് ഷോയിങ് സം എന്താണ് സെൻറ്റിമീറ്റേഴ്സ് അവിടെ മെൻഷനിങ് ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ട്രൈ ടു നോട്ട് ഡൗൺ ദാറ്റ് പോയിൻറ്റ്സ്. അപ്പം സ്കിം ചെയ്യുമ്പോൾ എന്തൊക്കെ നോട്ട് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ മെൻഷൻ ചെയ്യാം. ആ സ്കിം ചെയ്യുന്ന സമയത്ത് ഇഫ് ഇറ്റ് ഈസ് എൻ എ കണ്ടീഷൻ അറ്റ് ദാറ്റ് ടൈം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഡെഫിനേഷൻ ആൻഡ് അതർ നെയിം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കണ്ടീഷൻ അതർ നെയിം ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണം. ദെൻ ഇഫ് ഇറ്റ് ഈസ് എ നമ്പർ പ്രസൻറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് നമ്പേഴ്സ് ഏതൊക്കെ രീതിയിൽ വരാം. ഇവിടെ ഇപ്പം ഒരു സെൻറ്റിമീറ്റർ ആയിട്ട് വരുന്നത്, ദാറ്റ് മീൻസ് ഒരു സൈസിൻ്റെ ഇത് പറയുന്നുണ്ട്. പിന്നെ ഡേ പറയുന്നുണ്ട്. ദെൻ ഇയേഴ്സ് വരാം. ഇതിൽ ഇയേഴ്സ് ഇല്ല, ബട്ട് അതർ ദാൻ മിക്ക കണ്ടൻറ്റിലും എന്താണ് ഇയേഴ്സൊക്കെ വരാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഇയേഴ്സ്, പെർസെൻറ്റേജ്, പിന്നെ പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ ആ പെർസെൻറ്റേജ് എന്താണ് മെൻഷൻ ചെയ്യുന്നതെന്നുള്ള കാര്യവും നോട്ട് ചെയ്യണം. ക്ലിയർ ആയോ? പിന്നെ ഇഫ് ഇറ്റ് ഈസ് എ ടേബിൾ പ്രസൻറ്റ്, if the most of table have a brief note of that table and then foot line. അപ്പം ഒരു ടേബിൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ടേബിളിലെ കണ്ടൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രീഫ് നോട്ട് ആ ടേബിളിൻ്റെ മുകളിൽ കാണും. അതുപോലെ തന്നെ അതിൻ്റെ ഫൂട്ട് ലൈനും കാണാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഫൂട്ട് ലൈൻ എന്ന് പറയുമ്പോൾ നോർമലി എങ്ങനെയാണോ ബാക്കിയുള്ള റിമൈനിങ് ടെക്സ്റ്റിൻ്റെ ഫോണ്ട് അതിനെക്കാട്ടിലും മിക്കപ്പോഴും ഫോണ്ട് സൈസ് കുറവായിരിക്കാം. അപ്പം മെജോറിറ്റി എന്താണ് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പ്ലീസ് നോട്ടീസ് ദീസ് ഓൾ തിങ്സ്. ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ എ ക്യാപിറ്റൽ ലെറ്റർ ഓർ ഇൻ എ ഷോർട്ട് ഫോംസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു മാർക്ക് ദാറ്റ്. ആൻഡ് ദെൻ സെയിം ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദ ഹൈഫനൈറ്റഡ് വേർഡ്സ് ആൻഡ് ദെൻ the words in between two hyphen, the word in between two commas. അപ്പം നിങ്ങൾ സ്കിം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എന്താണ് മാർക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ അതുപോലെ തന്നെ ടെക്സ്റ്റ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് കൺസെപ്റ്റ് ഒന്ന് സൈഡിൽ നോട്ട് ചെയ്യണം. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ഇവിടെ ടെക്സ്റ്റ് എ പറയുന്നത്, ടെക്സ്റ്റ് എയിൽ ദേ ആർ ടെല്ലിങ് സം ബെനിഫിറ്റ്സ് ആൻഡ് ദെൻ റിസ്ക് ആൻഡ് ദെൻ കമ്മിങ് ടു ദ ടെക്സ്റ്റ് ബി ദേ ആർ ടെല്ലിങ് ദ ടൈപ്സ് ആൻഡ് ദെൻ സം പ്രിക്കോഷൻസ് ഓൾസോ. പിന്നെ പ്രിക്കോഷൻസ് പറയുന്നുണ്ട്. വൈൽ യൂസിങ് ദ ട്യൂബ് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പറയുന്നുണ്ട്. ക്ലിയർ ആയോ രണ്ടിൻ്റെ കൺസെപ്റ്റ്? ദെൻ അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവർ ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ഇൻ ദ 3 സെക്ഷൻസ് അല്ലേ. 20 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അത് 3 സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് 1 to സെക്ഷൻ ദാറ്റ് ഈസ് ദ മാത്സ് ദ ഫോളോയിങ് എന്ന് പറയും. ദാറ്റ് മീൻസ് എന്താണ് അവിടെ ഒരു for each of the question 1 to 7 decide which text, that means A, B, C or D. The information comes from that text. You can use any letter more than once. അപ്പോൾ ശ്രദ്ധിച്ചു എന്താ പറയുന്നത്, 1 to 7 എന്ന് പറയുന്നത് 4 ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻ്റ് ആയിരിക്കാം. ആ കണ്ടൻ്റ് ഏത് ടെക്സ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അക്കോർഡിംഗ് ടു ദാറ്റ് യു ക്യാൻ റൈറ്റ് എ ബി സി ഓർ ഡി എന്നുള്ളത്. മേ ബി ചിലപ്പോൾ എന്താണ് ഒരു ടെക്സ്റ്റിലെ കാര്യം തന്നെ 1-2 വട്ടം ചോദിച്ചേക്കാം. അപ്പം മേ ബി 2 ആൻസർ എന്താ സി അങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ ഡി. അതായത് ഒരു ടെക്സ്റ്റിലെ കണ്ടൻറ്റ് തന്നെ 1 കൂടുതൽ വരാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം ആസ് ദ ഫോളോയിങ് എന്ന് പറയുമ്പോൾ നോ നീഡ് ടു റൈറ്റ് ടെക്സ്റ്റ്. അങ്ങനെ ടെക്സ്റ്റ് എന്ന് ഇതിൻ്റെ കാര്യമില്ല. ജസ്റ്റ് എ ബി സി ഓർ ഡി അങ്ങനെ അത് മാത്രം ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
8 to 14 നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഈച്ച് ഓഫ് ദ ക്വസ്റ്റ്യൻ 8 to 14 വിത്ത് എ വേർഡ് ഓർ ഷോർട്ട് ഫ്രേസ് ഫ്രം വൺ ഓഫ് ദ ടെക്സ്റ്റ്. ഈച്ച് ആൻസർ മേ ഇൻക്ലൂഡ് വേർഡ്, നമ്പർ ഓർ ബോത്ത്. യുവർ ആൻസർ ഷുഡ് ബി കറക്റ്റ്ലി സ്പെൽഡ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത സെക്ഷനാണ് ഷോർട്ട് ആൻസേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ WHO ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നെക്സ്റ്റ് 8 to 14 എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഇതിൽ വരുമ്പോൾ നിങ്ങളവിടെ ശ്രദ്ധിക്കണം, ദാറ്റ് കമ്മിങ് ടു ആൻസർ എന്തായിരിക്കാം, ഒരു വേർഡ് ആകാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫ്രേസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാ രീതിയിലും റെപ്പറ്റീഷൻ ഒഴിവാക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇതിലെന്താണ് മേ ബി ഒരു വേർഡോ നമ്പറോ അല്ലെങ്കിൽ വേർഡോ നമ്പറോ ആകാം എന്നുള്ളതാണ് വരുന്നത്. ക്ലിയർ ആയോ? പിന്നെ നമ്മളെന്താണ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുകയാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അവോയ്ഡ് ദ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉറപ്പായിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇതാണ് സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് കമ്മിങ് ടു അവർ തേർഡ് സെക്ഷൻ that is complete each of the sentence 15 to 20 with a word or short phrase from one of the text. Each answer may include word, number or both. Your answer should be correctly spelled. അപ്പോൾ in third section എന്ന് പറയുന്നത് gap filling questions ആണ് അല്ലേ, അല്ലെങ്കിൽ otherwise it is called fill in the blanks. fill in the blanks അല്ലെങ്കിൽ gap filling, that means സെൻറ്റൻസ് തന്നിട്ടുണ്ട്, സെൻറ്റൻസിൻ്റെ മീനിങ് മനസ്സിലാക്കി ഏതാണോ ലൊക്കേറ്റ് ചെയ്തിട്ട് ആ തന്നിരിക്കുന്ന ഗ്യാപ്പിൽ എന്താണോ അവിടെ വരുന്നത് അത് അവിടെ ആൻസർ ചെയ്യുക. ഇവിടെ റെപ്പറ്റേഷൻ ഒരു രീതിയിൽ വരാൻ പാടില്ല. ഓക്കെ, ഇൻ കേസ് ഏതെങ്കിലും രീതിയിൽ ഒരു സിംഗിൾ വേർഡെങ്കിലും റെപ്പറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ആൻസർ വിൽ ഗോയിങ് റോങ്. ക്ലിയർ ആയോ? അപ്പോൾ 3 സെക്ഷനാണ് നമ്മൾക്കുള്ളത്. ഫസ്റ്റ് സെക്ഷൻ ഈസ് മാച്ച് ദ ഫോളോയിങ്, ആൻഡ് ദ സെക്കൻഡ് സെക്ഷൻ ഈസ് ഷോർട്ട് ഫ്രേസിംഗ് ഓർ WHO ക്വസ്റ്റ്യൻ, ആൻഡ് ദ തേർഡ് സെക്ഷൻ ഈസ് fill in the blanks or gap filling questions. ക്ലിയർ ആയോ? 3 സെറ്റ്സ്. അപ്പോൾ അക്കോർഡിംഗ് ടു നമ്മുടെ 4 ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് ഈ ഓരോ സെക്ഷനും വന്നേക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് മൊത്തം 20 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഓരോ സെക്ഷനെ എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞതിൽ കൺസെപ്റ്റ് എങ്ങനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇനി വേണോ? Okay, if you have any doubts, please mention the comment box. No issue at all. Okay. Yes, അപ്പം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. വി ക്യാൻ അപ്പം ഫസ്റ്റ് മാച്ച് ദ ഫോളോയിങ് ഞാൻ ചെയ്യുന്നില്ല. ഐ വിൽ ഗോ ത്രൂ ദ ഷോർട്ട് ഫ്രേസ് ഓർ WHO ക്വസ്റ്റ്യൻ. ഹായ് നെമ്മി ആൻഡ് ഓക്കെ. അപ്പം നമുക്ക് ഫസ്റ്റ് WHO ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലേ. അപ്പം നിങ്ങൾ പാരഗ്രാഫ് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഏത് ടെക്സ്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിൽ വരണം. അതാണ് ആദ്യം നമുക്ക് വരേണ്ടത്. അങ്ങനെയാണ് നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് ആക്കുന്നത്. ഓക്കെ, ഹായ് ഗ്രീഷ്മ. അപ്പം നമുക്കപ്പം ക്വസ്റ്റ്യനിലോട്ട് പോകാം. യെസ് ടീച്ചർ, ഗുഡ് മോർണിംഗ്. ഓക്കെ, വി ആർ ജസ്റ്റ് മൂവിങ് ടു അവർ ക്വസ്റ്റ്യൻസ്. ദാറ്റ്സ് എ ഫസ്റ്റ് പാർട്ട് ഓഫ്, അതായത് മാച്ച് ദ ഫോളോയിങ് അല്ല, നമ്മൾ ആദ്യം ഫോക്കസ് കൊടുക്കുന്നത് WHO ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ് ക്വസ്റ്റ്യൻസ് ആണ്. ബിക്കോസ് മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഓർമ്മയിൽ നിന്ന് എഴുതിയാൽ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 8 മുതൽ 20 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ തിങ് നമ്മൾ ഒരുപാട് വട്ടം നമ്മൾ ആ ടെക്സ്റ്റിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കൊരു നല്ലൊരു ഐഡിയ ആണ് ഓരോ ടെക്സ്റ്റും ഫസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി, നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു 2 അല്ലെങ്കിൽ 2.5 മിനിറ്റ് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യല്ല. എല്ലാത്തിനും ഒരു കട്ട് ഓഫ് ടൈം വേണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അതർവൈസ് ദാറ്റ് വിൽ മേക്ക് എ ബിഗ് പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ വിചാരിക്കൽ എല്ലാത്തിനും സ്റ്റാർട്ടിങ് മുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ഒരു ഐഡിയ കിട്ടിയോ? ഓക്കെ, നമുക്കപ്പം ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. അപ്പം WHO ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ടൈപ്പ് ഓഫ് ട്യൂബ് ഷുഡ് യു യൂസ് ഫോർ പേഷ്യൻറ്റ് who need nasogastric tube for an extended period? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ we need to divide the 2 section, these type of question. First we need to understand what is the question word. Question word എന്താണെന്നാണ് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. Here the question is what. That means what type of tube എന്നുള്ള കാര്യമാണ് നമ്മളവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഏത് ടൈപ്പ് ഓഫ് ട്യൂബാണ് അത് കേൾക്കുമ്പോൾ അറിയാം ആൻസർ എന്ത് വരാം.
ഒരു നൗൺ ആയിരിക്കും അല്ലേ? ഏത് ടൈപ്പ് ഓഫ് ട്യൂബ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നെയിം ആയിരിക്കുമല്ലോ. സോ ദാറ്റ് ഈസ് എ നൗൺ എന്നുള്ള കാര്യം നമുക്ക് ഗസ് വർക്ക് ചെയ്യാം അല്ലേ? ദെൻ എന്തിനെ പറ്റിയാണ് ഇവിടെ ഒരു, അപ്പം മെയിൻ പോയിന്റ് ഇനി എന്താണെന്നുള്ള കാര്യമാണ് ഇനി അടുത്തത് നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഹിയർ ദ മെയിൻ പോയിന്റ് ഈസ് nasogastric feeding for an extended period. That is the main point. Yes, Chinsu, you are right. എന്തായാലും എന്താണ് ഒരു ട്യൂബ് നെയിം ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർലി റൈറ്റ്. അപ്പം ക്വസ്റ്റ്യൻ വേർഡ് ഈസ് വാട്ട് ടൈപ്പ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നേസോഗാസ്ട്രിക് ഫീഡിങ് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ്, അപ്പോൾ ഒരുപാട് നാൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ട്യൂബാണ് പേഷ്യൻസിന് യൂസ്ഫുൾ ആവുന്നതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? അപ്പം നമ്മൾ എന്തൊക്കെ മാർക്ക് ചെയ്യണം? വാട്ട് ടൈപ്പ് എന്നുള്ളത് മാർക്ക് ചെയ്യണം. ആൻഡ് ദെൻ വി നീഡ് ടു മാർക്ക് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് എന്നുള്ളതാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഈ എക്സ്റ്റെൻഡഡ് പീരീഡ് നമ്മൾ അങ്ങനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അതായത് ടൈപ്സ് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ടൈപ്പ് എവിടെയാണ് നമ്മൾ കണ്ടത്? ടൈപ്പ് എയിലാണോ ബിയിലാണോ? ഓർമ്മയുണ്ടോ? എയിൽ നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മളിവിടെ ഒരു ചെറിയ ബെനിഫിറ്റ്സ് പറഞ്ഞു അവിടെ, ബട്ട് ഷോർട്ട് ടേം എന്നേ പറഞ്ഞോളൂ. ദാറ്റ് ഡസൻറ്റ് ഷോ എനി ടൈപ്സ്. പിന്നെ റിസ്ക് ആണ് നമ്മൾ കണ്ടത് അല്ലേ? നമുക്ക് വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ്. ഓക്കെ, ഡയറക്റ്റ് അപ്പോൾ എന്താണ് സെക്കൻഡിൽ നമ്മളിവിടെ ടൈപ്പ് എന്ന് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ നമുക്ക് ഈ ടൈപ്സ് ഇവിടെ കണ്ടതുകൊണ്ട് വി ക്യാൻ, യെസ്, എല്ലാവരും ടെക്സ്റ്റ് ബി പറയുന്നുണ്ട്. യെസ്, യു ആർ റൈറ്റ്. ടെക്സ്റ്റ് ബിയിലാണ് അതിൻ്റെ ആൻസർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ ടൈപ്പ് പറയുന്നുണ്ട്. അപ്പം വാട്ട് ടൈപ്പ് ഓഫ് ട്യൂബ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്തായിരുന്നു എന്താണ് ടെക്സ്റ്റ് ബിയിൽ ടൈപ്പ് മെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം അല്ലേ? അപ്പം എന്താണ് നോക്കിക്കേ, ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡിൽ ഏത് ടൈപ്പ് ഓഫ് ട്യൂബാണ് യൂസ്ഫുൾ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡഡ് പീരീഡിന് ഈക്വലൻ്റ് ആയിട്ട് വരുന്ന വേർഡ് എന്താണ്? വാട്ട് ഈസ് ഹിയർ വേർഡ്? ദാറ്റ് ഈസ് ലോങ് ടേം യൂസ്. നോട്ട് ചെയ്തോ? അപ്പം ഫൈൻ ബോർ എന്ന് പറയുന്നത് ടൈപ്പിൽ വരുന്നതാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് ഫൈൻ ബോർ ഈസ് ഫോർ ലോങ് ടേം യൂസ് ആൻഡ് ഷുഡ് ബി ചേഞ്ച് എവറി 30 days. 30 days എന്താണ് ചേഞ്ച് ചെയ്യണം, ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ലോങ് ടേം യൂസ്. അപ്പോൾ സോ ആൻസർ ഈസ് ഫൈൻ ബോർ. യെസ്, എല്ലാവരും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി കറക്റ്റ്. ഓക്കെ, വി ക്യാൻ ഗോ ത്രൂ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതും WHO സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്കിവിടെ 8ന് ആൻസർ എന്താണ്? ഫൈൻ ബോറാണ് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ആൻഡ് ദെൻ ദ ninth question, what should you apply to a feeding tube to make it easier to insert? അപ്പോൾ എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? വാട്ട് എന്നുള്ള കാര്യമാണ്, എന്ത് എന്നുള്ളത് തന്നെയാണ് ചോദിച്ചേക്കുന്നത്. ബട്ട് ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്താണ്? അപ്ലൈ ടു എ ഫീഡിങ് ട്യൂബ് ടു മേക്ക് ഇറ്റ് ഈസിയർ. അപ്പോൾ എന്താണ്? ടു ഇൻസേർട്ട്. അപ്പം ഇവിടെ നോക്കേണ്ടത് വാട്ട് എന്നുള്ള കാര്യവും അപ്ലൈ എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പം എന്താണ് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഓൾസോ കമ്മിങ് ഇൻ എ നെയിമാണ്, അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു നൗൺ ആണത് വരുന്നത്. അത് കൺഫേം അല്ലേ? വാട്ട് അപ്ലൈ, എന്തോ ഒരു കാര്യം അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ് അല്ലേ? ഇനി ഇതിൽ എന്താണ് നോക്കേണ്ടത്? ടു മേക്ക് ഇറ്റ് ഈസിയർ ടു ഇൻസേർട്ട്. അപ്പം ഈസി ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? വാട്ട് അപ്ലൈ എന്നുള്ള കാര്യം അണ്ടർലൈൻ ചെയ്യണം. സെയിം ലൈക്ക് ദാറ്റ് വി നീഡ് ടു അണ്ടർലൈൻ ഈസിയർ ടു ഇൻസേർട്ട്. എന്തായാലും ഫീഡിങ് ട്യൂബിനെ പറ്റിയാന്നുള്ള കാര്യം ക്ലിയർ ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ എന്താണ് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിക്ക് ആൻസർ വേണമെന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യാം. ബട്ട് ഗസ് ചെയ്ത് നിങ്ങൾക്കൊരു ആൻസർ എഴുതുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും ഇല്ല. ബട്ട് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് വി നീഡ് ടു കൺഫേം വിത്ത് അവർ ടെക്സ്റ്റ്. നിങ്ങൾക്ക് ആ ഒരു ഏരിയ വായിക്കുമ്പോൾ എവിടെയാണ് ലൊക്കേഷൻ ഫീൽ ചെയ്യുന്ന ആ ഏരിയയിൽ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ നോക്കണം എക്സാക്ട്ലി എന്താണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് ബെറ്റർ തിങ്, നിങ്ങൾ ഒരു ആൻസർ അസ്യൂം ചെയ്തു, ബട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് എഴുതുക. ഇൻ കേസ് നമ്മൾ അസ്യൂം ചെയ്യുന്ന അതേ വേർഡ് തന്നെ അവിടെ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾക്ക് അസ്യൂം ചെയ്യാം, അതിലൊരു പ്രോബ്ലവും ഇല്ല. ബട്ട് അത് നമ്മൾ കുറച്ചുകൂടെ എളുപ്പമാക്കും. നമുക്ക് ആ സെൻറ്റൻസ് കാണുമ്പോൾ ഇത് ആൻസർ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എക്സാക്ട് വേർഡ് തന്നെ ആവണമെന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ ഏത് ടെക്സ്റ്റാണ് ഫീൽ ചെയ്തത്? നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ബെനിഫിറ്റ്സ് കണ്ടു, പിന്നെ റിസ്ക് ആണ് അവിടെ കണ്ടത് അല്ലേ? എന്നാൽ ടെക്സ്റ്റ് ബിയിൽ നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ ടെക്സ്റ്റ് ബി
നമ്മൾ ടൈപ്പ് കണ്ടു, ദെൻ കുറേ കോഷൻസ് കണ്ടല്ലേ. അതായത് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇൻ കേസ് ചൈൽഡിന് എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രിക്കോഷൻസ് അവിടെ ചെയ്യേണ്ടത്. അപ്പം ഇതിലുള്ള സെക്കൻഡ് പോയിന്റ് നിങ്ങൾ നോക്കിക്കേ, ലൂബ്രിക്കേറ്റ് ദ എൻഡ് ഓഫ് ദ ട്യൂബ് യൂസിങ് എ വാട്ടർ ബേസ് ലൂബ്രിക്കൻ്റ് എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. ലൂബ്രിക്കേറ്റ് ജെൽ ലൂബ്രിക്കൻ്റ് എന്നൊക്കെ പലരും ഇതിൽ കമൻറ്റ് ചെയ്തു. ബട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അസ്യൂം ചെയ്യാം. ബട്ട് ദ ബെറ്റർ തിങ് ഈസ് we need to confirm with our each text. ടെക്സ്റ്റുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം എന്താണ് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഫീഡിങ് ട്യൂബ് ഈസിയർ ആയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ എന്താണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പം ലൂബ്രിക്കേറ്റ് ദ എൻഡ് ഓഫ് ദ ട്യൂബ് യൂസിങ് എ വാട്ടർ ബേസ് ലൂബ്രിക്കേറ്റ്. അപ്പം നിങ്ങൾക്കറിയാം അത് എന്തോ ഒരു ലൂബ്രിക്കൻ്റ് ആണ് അല്ലേ, ഈസിയർ ആയിട്ട് പോകാനുള്ള. സോ ആൻസർ ഈസ് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് എന്നുള്ള കാര്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അപ്ലൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ദാറ്റ് ഷോയിങ് സം എന്താണ്, ഒരു നൗൺ ആണ് അവിടെ വരുന്നത് അല്ലേ. ലൂബ്രിക്കേറ്റ് എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ട്യൂബാണ്. ട്യൂബ് ലൂബ്രിക്കേറ്റ് ആക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഷോയിങ് എന്താണ്, ഈസിയർ ടു ഇൻസേർട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. ക്ലിയർ ആയോ? സോ ആൻസർ ഈസ് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. യെസ്, എല്ലാവരും ആൻസർ കറക്റ്റായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ടു സീ യു ദാറ്റ്. ഓക്കെ, വി ക്യാൻ ഗോ ത്രൂ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് യു യൂസ് കീപ് ദ ട്യൂബ് ഇൻ പ്ലേസ് ടെമ്പററിലി. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്, വാട്ട് ഷുഡ് യു യൂസ് എന്നുള്ളതാണ്. അപ്പം എന്തോ ഒരു കാര്യം ഉപയോഗിക്കുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ. വാട്ട് ഷുഡ് യു യൂസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ക്ലിയർലി മനസ്സിലാക്കുക. വാട്ട് യൂസ് എന്നുള്ള കാര്യം ആദ്യം മാർക്ക് ചെയ്യുക. വാട്ട് യൂസ്, ഇത് രണ്ടും എന്താണ് മാർക്ക് ചെയ്യുക. ദെൻ എന്താണ്, കീപ് ദ ട്യൂബ് ഇൻ പ്ലേസ് ടെമ്പററിലി. ടെമ്പററി ആയിട്ട് ട്യൂബ് കീപ്പ് ചെയ്യാനായിട്ട് എന്താണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇപ്പോൾ അതും എന്താണ് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചോദിച്ചേക്കുന്നത്. സോ ദാറ്റ് ഓൾസോ കമ്മിങ് ഇൻ എ നൗൺ അല്ലേ. നൗണാന്നുള്ള കാര്യം ഒരു എന്താണ് ഡൗട്ട് നമുക്കവിടെ വരില്ല. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ മേളിൽ എന്താണ് കണ്ടത്, ആദ്യം ഏത് ടൈപ്പ് ഓഫ് ട്യൂബാണ് ചോദിച്ചത്, അടുത്തതിൽ എന്താണ് അപ്ലൈ ചെയ്യേണ്ടതാണ്, ദെൻ അടുത്തത് ചോദിച്ചിരിക്കുന്നത് എന്താണ് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം എന്താണ് ഒരു പ്രോഡക്റ്റാണ് അല്ലേ, ഒരു നെയിമേ അത് വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു തോട്ട് അവിടെ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്കത് ക്ലിയർലി മനസ്സിലാവും. അപ്പോൾ ഇവിടുത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, വാട്ട് യൂസ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ട്യൂബ് പ്ലേസ് ടെമ്പറലി. എന്തായാലും എല്ലാം ട്യൂബിനെ പറ്റിയാണ് പറയുന്നത്. ട്യൂബ് ടെമ്പറലി ആയിട്ട് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ടെക്സ്റ്റയിൽ ഇത് റിലേറ്റ് ചെയ്യുന്ന ഒന്നും നമ്മൾ കണ്ടില്ല. നമുക്കപ്പം വി ക്യാൻ ഗോ ത്രൂ ദ ടെക്സ്റ്റ് ബി. ടെക്സ്റ്റ് ബിയിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബിയിൽ എവിടെയെങ്കിലും ഒരു സെക്യൂർ ചെയ്യുന്ന കാര്യമോ കീപ്പ് ചെയ്യുന്ന കാര്യമോ നമ്മൾ വായിച്ചായിരുന്നോ, റീഡ് ചെയ്തായിരുന്നോ? യെസ്. ആൻഡ് ലാസ്റ്റ് പോയിന്റിലുണ്ട് ലൈറ്റ്ലി സെക്യൂർ ദ ട്യൂബ് വിത്ത് എ ടേപ്പ് അണ്ടിൽ ദ പൊസിഷൻ ഹാസ് ബീൻ ചെക്ക്ഡ്. ദാറ്റ് മീൻസ് എന്താണ്, പൊസിഷൻ ചെക്ക് ചെയ്യുന്ന ടൈം വരെ എന്താണ് ട്യൂബ് ലൈറ്റ്ലി ഒന്ന് സെക്യൂർ ചെയ്യാൻ ടേപ്പ് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ലൈറ്റ്ലി ട്യൂബ് സെക്യൂർ വിത്ത് ടേപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. ടേപ്പ് കൊണ്ട് സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അണ്ടിൽ കണ്ടോ ഇവിടെ ഒരു സ്പെസിഫിക്കേഷൻ, അണ്ടിൽ ദ പൊസിഷൻ ഹാസ് ബീൻ ചെക്ക്ഡ്, അതായത് ട്യൂബിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യുന്ന ടൈം വരെ. അപ്പം ദാറ്റ് മീൻസ് എന്താണ്, അതാണ് അവിടെ ടെമ്പററി എന്നുള്ള വേർഡ് അവിടെ വന്നേക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്വസ്റ്റ്യനിൽ അതാണ് ടെമ്പററി എന്നുള്ള വേർഡ് വന്നേക്കുന്നത്. ഉണ്ടോ? ദ ട്യൂബ് ഇൻ പ്ലേസ് ടെമ്പററി എന്ന് വന്നതിൻ്റെ കോണ്ടസ്റ്റ് അതാണ്. അണ്ടിൽ ദ പൊസിഷൻ ഹാസ് ബീൻ ചെക്ക്ഡ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ്ങിൻ്റെ ബേസ് ചെയ്താണ് അവിടെ ടെമ്പററി എന്നത്. അപ്പോൾ എന്താണ് അവിടെ ഉപയോഗിക്കുന്നത്? ആൻസർ ഈസ് ടേപ്പ്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം നമ്മൾ 3 WHO ക്വസ്റ്റ്യൻസ് ആണ് നോട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ വേർഡ് തറവാക്കുക. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് എന്നുള്ളത്. ദെൻ അതിൻ്റെ മെയിൻ പോയിന്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആ മെയിൻ പോയിന്റിൽ നിന്നാണ് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ആവേണ്ടത്. ക്ലിയർ ആയോ? WHO ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ കമ്മിങ് ടു അവർ നെക്സ്റ്റ് സെക്ഷൻ, ദാറ്റ് ഈസ് ഗ്യാപ്പ് ഫില്ലിംഗ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഓക്കെ, അപ്പം ഗ്യാപ്പ് ഫില്ലിംഗ് ക്വസ്റ്റ്യൻസിൽ എന്താണ് ഒരു സെൻറ്റൻസ് മിക്കപ്പോഴും എന്താണ് ഒന്നെങ്കിൽ സെൻറ്റൻസ് അതുപോലെ കാണാം, അല്ലെങ്കിൽ ചില സമയത്ത് ട്വിസ്റ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉണ്ട്. ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസ് എന്താണ് അവരൊന്ന്
സെയിം മീനിങ് തന്നെയാണ്, ബട്ട് അതിൻ്റെ ഓർഡറിന്ന് അവർ പാറ്റേൺ ഒന്ന് മാറ്റി തരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 15th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പറയണം, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ള കാര്യം. 2 ടെക്സ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് വിൽ ബി വെരി ഈസി അല്ലേ. നമ്മളത് പറയുകയും ചെയ്തു. ആദ്യം നമ്മളതാണ് ഡിസ്കസ് ചെയ്തേ, ഓരോ കൺസെപ്റ്റ് എന്തെന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് 15th നോക്കാം എന്താണെന്നുള്ളത്. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇഫ് എ ഫീഡിംഗ് ട്യൂബ് ഈസ് നോട്ട് സ്ട്രെയിറ്റ് വെൻ യു അൺറാപ്പ് ഇറ്റ് യു ഷുഡ് ഡാഷ് ഇറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഫീഡിംഗ് ട്യൂബ് എന്താണ് ഇസ് നോട്ട് സ്ട്രെയിറ്റ് വെൻ യു അൺറാപ്പ് ഇറ്റ് യു ഷുഡ് ഡാഷ് ഇറ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ഫീഡിങ് ട്യൂബിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. എന്നാൽ ദാറ്റ് മീൻസ് എന്താണ്, അത് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. അതായത് ഫീഡിങ് ട്യൂബ് അതായത് അൺറാപ്പ് ചെയ്യുന്ന സമയത്ത് അത് സ്ട്രെയിറ്റ്, ഇറ്റ്സ് നോട്ട് എ സ്ട്രെയിറ്റ്. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യു ഷുഡ് എന്നുള്ളതാണ്, യു ഷുഡ് ഡാഷ് ഇറ്റ്. അപ്പോൾ ഏത് ടെക്സ്റ്റിൽ കാണാം ഫീഡിങ് ട്യൂബ് ചെക്ക് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദെൻ പിന്നെന്താണ് കുറേ പ്രിക്കോഷൻസ് പറയുന്നുണ്ട്, പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം എവിടെയാണ്, ഇറ്റ്സ് കമ്മിങ് ടു അവർ ടെക്സ്റ്റ് ബിയിലാണ് കണ്ടൻറ്റ് വരുന്നത്. ടെക്സ്റ്റ് ചെയ്യിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. ടെക്സ്റ്റ് ചെയ്യിൽ നമ്മൾ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ടെക്സ്റ്റ് ചെയ്യിൽ കുറച്ച് എന്താണ് കണ്ടത്, നമ്മൾ അവിടെ കുറച്ച് ഇഷ്യൂസ് നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടത് എന്താണ്, കുറച്ച് ഇഷ്യൂസ് അവിടെ കണ്ടല്ലേ, കുറച്ച് ഇഷ്യൂസ് കണ്ടു. പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ കണ്ടത്. ഇത്രയല്ലേ ഉള്ളൂ കണ്ടു. അപ്പോൾ ഈ ഇഷ്യൂസിനകത്ത് എവിടെയെങ്കിലും അങ്ങനെ അൺട്രാപ്പ് ചെയ്യുന്ന സമയത്ത് ട്യൂബ് നോട്ട് സ്ട്രെയിറ്റ് ആവാത്ത സിറ്റുവേഷൻ പറയുന്നുണ്ടോ നോക്കിക്കേ, ഇല്ലല്ലോ. ദെൻ കമ്മിങ് ടു ടെക്സ്റ്റ് ബി നോക്കിക്കേ, ടെക്സ്റ്റ് ബി എന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടി ഡാം ഷുവറാണ്. ദാറ്റ് മീൻസ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ അല്ലേ നമ്മളവിടെ പറഞ്ഞത്. അപ്പം നോക്കിക്കേ, ഇതിൽ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് തന്നെ നോക്കിക്കേ, ചെക്ക് ദ ട്യൂബ് ഈസ് ഇൻടാക്ട്. വി നീഡ് ടു check the intact of the tube, then stretch it to remove any shape returned from being packaged. That means എന്താണ്, ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് പഴയ രീതിയിൽ തന്നെ ആവാനായിട്ട് സ്ട്രെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്രം ബീങ് പാക്കേജ്ഡ്. അപ്പം ഇവിടെ എനി ഷേപ്പ് റിട്ടേൺ എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പോൾ അതിനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അവിടെ ക്വസ്റ്റ്യനിൽ, വെൻ യു അൺറാപ്പ് ഇസ് നോട്ട് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് അല്ലേ. അപ്പം ഈ ഫീഡിങ് ട്യൂബ് സ്ട്രെയിറ്റ് അല്ല, അതായത് അൺറാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പം നേരെ എന്ത് ചെയ്യണം. അപ്പോൾ ഓൾറെഡി ഇവിടെ നമ്മുടെ പാരഗ്രാഫിൽ വന്നേക്കുന്നത് എങ്ങനെയാണ്, പാരഗ്രാഫിൽ അവിടെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്, ട്യൂബ് ഇൻടാക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യണം, പിന്നീട് സ്ട്രെച്ച് ചെയ്യുക. അതായത് എന്താണ് അതിൻ്റെ റിമൂവ് എനി ഷേപ്പ് റിട്ടേൺ ഫ്രം ബീങ്, അതായത് അത് പാക്കേജ് ചെയ്യും എന്താണ് അത് ഒഴിവാക്കാനായിട്ട് സ്ട്രെച്ച് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് മനസ്സിലാവുന്നുണ്ടോ, ഒരു ഇൻഡയറക്റ്റ് വേയിലാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ക്ലിയർ ആയോ? നമ്മൾക്കിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് അറിയാം. ഓക്കെ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മെൻഷൻ ചെയ്യുക, കുറച്ചുകൂടെ ക്ലാരിറ്റി തരും. അവിടെ ആ എനി ഷേപ്പ് എന്നുള്ള ഒരു ഇതിൻ്റെ കോണ്ടസ്റ്റിലാണ് അവിടെ എന്ത് വന്നേക്കുന്നത്, അവിടെ ഒരു കാര്യം മെൻഷൻ ചെയ്ത് എനി ഷേപ്പ് റിട്ടേൺ എന്നുള്ളതിൻ്റെ അതിൻ്റെ ബേസ് ചെയ്താണ് വെൻ യു അൺട്രാപ്പ് ഇൻ ഇറ്റ് എന്നുള്ള കാര്യം. അതായത് ടു റിമൂവ് എനി ഷേപ്പ് റിട്ടേൺ എന്നുള്ളതിനാണ് നോട്ട് സ്ട്രെയിറ്റ് വെൻ യു അൺട്രാപ്പ് എന്നുള്ള കാര്യം അവിടെ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. ക്ലിയർ ആയോ? സോ ആൻസർ ഈസ് സ്ട്രെച്ച്. ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 16. ദേ ആർ ആസ്കിങ് ദ സൈസ് ആണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. If you need to give the patient a standard liquid feed, the tube to use in dash in size. അപ്പം നമ്മൾ എവിടെയാണ് സൈസിൻ്റെ കുറേ കാര്യങ്ങൾ കണ്ടത്. അതായത് ഇഫ് യു നീഡ് ടു ഗീവ് ദ പേഷ്യൻ്റ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഫീഡ് ദ ട്യൂബ് ടു യൂസ് ഡാഷ് ഇൻ സൈസ്. ഒരു സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഫീഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് എന്തായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈസിൻ്റെ കാര്യമൊക്കെ എവിടെയാണ് കണ്ടത്, നമ്മൾ ടെക്സ്റ്റ് ബിയിലാണ് നോട്ട് ചെയ്തത് അല്ലേ. നോക്കിക്കേ, ഇവിടെ കണ്ടു ടെക്സ്റ്റ് ബിയിൽ ഇൻ ജനറൽ ട്യൂബ് സൈസ് ഓഫ് 6 French ആർ യൂസ്ഡ് ഫോർ സ്റ്റാൻഡേർഡ് ഫീഡ്. ആ സ്റ്റാൻഡേർഡ് ഫീഡിനാണ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് ഫീഡ് അവിടെ തന്നേക്കുന്നത്. സോ ആൻസർ ഈസ് 6
എന്നുള്ളതാണ് 6 ഫ്രഞ്ച് എന്നുള്ളതാണ് ആൻസറോടെ വരുന്നത്. അപ്പോൾ 6 ഇൻ സൈസ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ 6 എന്ന് എഴുതിയാലും മതി. ക്ലിയർ ആയോ? അത് ഇൻറ്റേർണൽ ട്യൂബ് സൈസ് ഓഫ് 6 ഫ്രഞ്ച് എന്ന് എഴുതണം. സൈസ് എന്നാണ് ഡാഷ് ഇൻ സൈസ് എന്നാണ് തന്നേക്കുന്നത്. സോ വി നീഡ് ടു റൈറ്റ് 6 ഫ്രഞ്ച് എന്നുള്ളത് ആൻസർ എഴുതുക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിത് ഓൾറെഡി വായിക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെയുള്ള നമ്പേഴ്സ് നോട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ക്ലിയർ ആയോ? ആൻഡ് ദെൻ the 10th question. ഒരു കാര്യം പറഞ്ഞോട്ടെ, 6 ഫ്രഞ്ച് എന്ന് എഴുതണം. 6 മാത്രമല്ല, ദാറ്റ് മീൻസ് അത് ഡാഷ് ഇൻ സൈസ് എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. 6 ഫ്രഞ്ച് ഇസ് ദ ആൻസർ. ക്ലിയർ ആയോ? ആൻഡ് ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, you must take out the feeding tube at once if the patient is coughing badly or experience. അപ്പം ഇതെന്തോ ഒരു നെഗറ്റീവ് തിങ് അല്ലേ പറയുന്നത്. അതായത് കഫ് ചെയ്യുമ്പോഴും അപ്പോൾ എവിടെയാണ് നമ്മളൊരു ഇത് കണ്ടത്? നമ്മൾ കണ്ടു കുറച്ച് പ്രോബ്ലം ഉള്ള കാര്യം ഉണ്ടെങ്കിൽ അവിടെ റിമൂവ് ചെയ്യണം എന്നുള്ള കാര്യം എയിലാണോ ബിയിലാണോ നമ്മൾ കണ്ടത്? നമ്മൾ ബിയിലാണ് കണ്ടത്. ദാറ്റ് ഇസ് ഇൻ ദ ബി പാർട്ട്. ഇവിടെ എന്താണ്? വി നീഡ് ടു ടേക്ക് ഔട്ട് ദ ഫീഡിങ് ട്യൂബ് ഇഫ് ദ പേഷ്യൻറ്റ് എക്സ്പീരിയൻസിങ് കഫ് ബാഡ്ലി ഓർ എക്സ്പീരിയൻസിങ്. അപ്പോൾ എന്താണ്? ട്യൂബ് റിമൂവ് ചെയ്യണം കഫ് ചെയ്യുമ്പോൾ, കഫ് ബാഡ്ലി ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുള്ളത്. ടെക്സ്റ്റ് ബിയിലല്ലേ നമുക്ക് ആൻസർ വരുന്നത്? നമുക്ക് നോക്കാം. യെസ്, ടെക്സ്റ്റ് ബിയിൽ നമ്മളൊരു കോഷൻ പോലെ കണ്ടു. if the child shows signs of breathlessness or severe coughing, remove the tube immediately. അപ്പോൾ ഇവിടെ സിവിയർ കഫിംഗ് എന്നുള്ള കാര്യത്തിന് പകരമാണ് അവിടെ കഫ്ലി ബാട്ട്ലി എന്ന് തന്നത്. ഓർ എക്സ്പീരിയൻസിങ്. അപ്പോൾ ഇതൊരു സിംറ്റമാണ്, എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ഓർ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് കാര്യം ഇവിടെ പറയുന്നുള്ളൂ, ബ്രത്ത്ലെസ്നെസ് ഓർ സിവിയർ കഫിംഗ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ആൻസർ ഈസ് ബ്രത്ത്ലെസ്നെസ്. അവിടെ അപ്പോൾ എന്താണ്? അവിടെ ഇക്വലൻ്റ് ആയിട്ട് അവിടെ സിവിയർ കഫിങ്ങിന് പകരം എന്ത് വന്നിട്ടുണ്ട്? കഫിംഗ് ബാട്ട്ലി എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? സോ ആൻസർ ഈസ് ബ്രത്ത്ലെസ്നെസ്. അപ്പോൾ എല്ലാവരും എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ്, അപ്പം 2 സെക്ഷൻ നമ്മൾ കഴിഞ്ഞു അല്ലേ? നമ്മൾ WHO ക്വസ്റ്റ്യൻസും ചെയ്തു, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലിംഗ് ക്വസ്റ്റ്യൻസും ചെയ്തു. അപ്പം നിങ്ങൾ ഗ്യാപ്പ് ഫില്ലിംഗ് ചെയ്യുമ്പോൾ എൻ്റെ പാരഗ്രാഫ് വായിക്കുന്നു, വായിച്ച ലൊക്കേഷൻ എവിടെയാണെന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആൻസർ എന്താണ് നോട്ട് ചെയ്തിട്ട് ട്രൈ ടു റീഡ് എഗെയിൻ. ദാറ്റ് മീൻസ് ഏതെങ്കിലും രീതിയിൽ റിപ്പീറ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു മാച്ച് ദ ഫോളോയിങ് സെക്ഷൻ. അപ്പോൾ ഇതിൽ നമ്മളിപ്പം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ടെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം ഇറ്റ്സ് ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഇതിലെന്താണ്? നോ നീഡ് ടു റൈറ്റ് ടെക്സ്റ്റ് എ ടെക്സ്റ്റ് ബി അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ABC അങ്ങനെ മാത്രം എന്താണ് ലെറ്റർ മാത്രം എഴുതിയാൽ മതി. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ദ റിസ്ക് ഓഫ് ഫീഡിങ് എ ചൈൽഡ് ത്രൂ എ നെസോഗ്യാസ്ട്രിക് ട്യൂബ്. അപ്പോൾ എന്താണ് നെസോഗ്യാസ്ട്രിക് ട്യൂബുള്ള കുട്ടികൾ എന്തൊക്കെ റിസ്ക് വരാം? അപ്പം നമ്മൾ എവിടെയെങ്കിലും റിസ്കിൻ്റെ ഇത് കണ്ടായിരുന്നോ? ഐ തിങ്ക് എവിടെയായിരിക്കും ആൻസർ വരുന്നത്? പ്ലീസ് മെൻഷൻ. ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഏതായിരിക്കും, ഏത് ടെക്സ്റ്റാണ്? നമ്മൾ 2 ടെക്സ്റ്റ് എടുത്തുള്ളൂ, ഇത് എ ഓർ ബി ഏതെങ്കിലും ഒരെണ്ണമായിരിക്കാം ആൻസർ വരുന്നത്. ഒന്ന് മാർക്ക് ചെയ്യുമോ? വാട്ട് ഇസ് ആൻസർ? യെസ്, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും എന്താണ് ടെക്സ്റ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം. ദിവ്യ ടെല്ലിങ് എ ആൻഡ് ദിലീപ് ടെല്ലിങ് എ. യെസ്, ഓൾ ആർ ടെല്ലിങ് എ. എക്സാക്ട്ലി, ദാറ്റ് ഈസ് കറക്റ്റ് ആൻസർ. That is included in the text A. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എന്താണ് നോക്കേണ്ടത്? ദ റിസ്ക് ഓഫ് ഫീഡിങ്. റിസ്ക് എവിടെയാണ് പറയുന്നതെന്നുള്ള കാര്യമാണ് നോട്ട് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം റിസ്ക് ടെക്സ്റ്റ് എയിൽ ഉണ്ടോ എന്നുള്ള കാര്യം. യെസ്, ഇവിടെ എവിടെയാണ്? ഇൻസ്റ്റെഡ് ഓഫ് ദ റിസ്ക് ദേ ആർ ടെല്ലിങ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് പീഡിയാട്രിക് നെസോഗ്യാസ്ട്രിക് ട്യൂബ് ഫീഡിങ്. സോ ഇറ്റ് ഈസ് ക്ലിയർലി റിട്ടൺ ഇഷ്യൂസ് അസോസിയേറ്റഡ് NG ട്യൂബ് എന്നുള്ള കാര്യം. സോ ആൻസർ ഈസ് എ. എല്ലാവർക്കും എ കിട്ടി. Then we can go through the second question. The match the following. That is, when alternative form of feeding may be more appropriate than nasogastric. nasogastricനെക്കാളും എന്താണ് മോർ അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഏത് ഓൾട്ടർനേറ്റീവ് ഫോം ആണ്? അപ്പോൾ എവിടെയെങ്കിലും ഈ നെസോഗ്യാസ്ട്രിക് ട്യൂബിന് പകരം ഏതെങ്കിലും ഉപയോഗിക്കാവുന്ന എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, ബാനു ടെല്ലിങ് ബി. അപ്പം നമ്മളിത് ടെക്സ്റ്റ് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓൾമോസ്റ്റ് എന്താണ് 2 ടെക്സ്റ്റും പറയുന്നുണ്ട്. ബാനു ടെല്ലിങ് ബി. ബിയിലാണോ കണ്ടേ ഓൾട്ടർനേറ്റീവ് ഫോം ആയിട്ട്? ജസ്ന ടെല്ലിങ് എ, നിഷ ടെല്ലിങ് എ. എയിൽ എന്തൊക്കെയുണ്ടെന്ന് തിങ്ക് ചെയ്തേ. എയിൽ എന്തൊക്കെയാണ്? നിങ്ങൾ ആൻസർ പറഞ്ഞിട്ട് ഞാൻ പാരഗ്രാഫ് കാണിക്കാം, ടെക്സ്റ്റ് കാണിക്കാം.
Okay, Jinsy telling A. ഓക്കെ, ഓൾട്ടർനേറ്റീവ് ഫോം എന്ന് പറയുമ്പോൾ നേസോഗാസ്ട്രിക് ട്യൂബിന് പകരം വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറഞ്ഞോ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ, മെജോറിറ്റി ആൾക്കാർ എ ആണ് പറയുന്നത്. വി ക്യാൻ ചെക്ക് ഇറ്റ്. എയിൽ എവിടെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് വി ഓൾറെഡി റീഡ് നേസോഗാസ്ട്രിക് is the most common route of enteral feeding. It is particularly useful in the short term and when it necessary to avoid a surgical procedure to insert a gastrostomy device. However, in the long term, gastrostomy feeding may be more suitable. അപ്പോൾ നേസോഗാസ്ട്രിക് ട്യൂബിന് ഒരു ഓൾട്ടർനേറ്റീവ് ഫോം അല്ലേ ഇവിടെ വന്നത്, ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ലോങ് ടേം പർപ്പസിന് ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് ആണ് മോർ സ്യൂട്ടബിൾ എന്ന് ക്ലിയർലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ആൻസർ ഈസ് എ. എങ്ങനെയാണോ എ എന്നുള്ളത് ക്ലിയർ ആയോ ബാനു? ഇത് ക്ലിയർ ആണോ? ഇവിടെ എന്താണ്, ഷോർട്ട് ടേമിലാണ് ഇത് യൂസ്ഫുൾ എന്ന് പറഞ്ഞു. ബട്ട് എന്താണ്, ഹൗ ഓവർ ദേ ആർ ഷോയിങ് സം കോൺട്രാസ്റ്റ്. ഹൗ ഓവർ ഗ്യാസ്ട്രോസ്റ്റമി ഫീഡിംഗ് ഈസ് മോർ സ്യൂട്ടബിൾ ഇൻ ദ ലോങ് ടേം. അതൊരു ഓൾട്ടർനേറ്റീവ് ഫോം അല്ലേ? ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? ക്വസ്റ്റ്യന് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ക്വസ്റ്റ്യൻ ഈസ് വെൻ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ഫീഡിങ്, എപ്പോഴാണോ ഓൾട്ടർനേറ്റീവ് ഫോം ഓഫ് ഫീഡിങ് അതായത് നേസോഗാസ്ട്രിക്കിനേക്കാളിലും മോർ കംഫർട്ടബിൾ ആണ് അല്ലെങ്കിൽ മോർ അപ്രോപ്രിയേറ്റ് ആവുന്ന സിറ്റുവേഷൻ ഏതാണ്? അതപ്പം എന്താണ് അവിടെ ലോങ് ടേമിന് ഗ്യാസ്ട്രോസ്റ്റമി ഫീഡ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ടെക്സ്റ്റ് എ വന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പം നമ്മൾ 3 സെറ്റ് ഓഫ് സെക്ഷനാണ് ഡിസ്കസ് ചെയ്തത്. പാർട്ട് എയുടെ മാസ് ഫോളോയിങ്, WHO ക്വസ്റ്റ്യൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ റീഡിങ്ങിൻ്റെ ഒരു പാർട്ട് കയ്യിൽ മെറ്റീരിയൽ കിട്ടുമ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഈച്ച് ടെക്സ്റ്റ്. ഓക്കെ, ഈച്ച് ടെക്സ്റ്റും എന്താണ് നിങ്ങൾ മാക്സിമം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് അതാണ് ചെയ്യേണ്ടത്. അതാണ് ഫസ്റ്റ് തിങ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് മൂവ് ടു ദ ഷോർട്ട് ഫ്രേസ് ഓർ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഞാനതൊരു കൺഫേം ആയിട്ട് പറയുന്നില്ല. ദാറ്റ് മീൻസ് ചിലർക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കുറച്ചുകൂടെ എളുപ്പം, ചിലർക്ക് WHO ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് ഫ്രേസ്. നിങ്ങൾക്ക് ഏതാണോ ഫേവറബിൾ ആയിട്ടുള്ളത് അത് ആദ്യം അപ്രോച്ച് ചെയ്യുക. ബട്ട് മാസ് ഫോളോയിങ് ലാസ്റ്റിൽ ചെയ്യാൻ പറയുന്നതിൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ ഒരു 8 മുതൽ 20 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വി നോ ദ എൻറ്റയർ കൺസെപ്റ്റ് ഓഫ് ദ ഈച്ച് ടെക്സ്റ്റ്. ദാറ്റ് വിൽ ബി വെരി ഈസി ടു പ്രെഡിക്റ്റ് അവർ 1 to 7 ആൻസേഴ്സ്. അപ്പം അന്നേരം നമ്മുടെ ടൈം ഒരു നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നമ്മുടെ ഓരോ ആൻസേഴ്സും കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ക്രോസ് ചെക്ക് ചെയ്യണം. ആദ്യം 1 to 7 തന്നെ ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മളതെന്താണ്, നമ്മുടെ മെമ്മറിയിൽ നിന്ന് എഴുതിയ ആൻസറാണ്. സോ വി നീഡ് ടു ക്രോസ് ചെക്ക് അവർ ഈച്ച് ആൻസർ. ഓക്കെ, നിങ്ങൾ ഈ രീതിയിൽ എന്താണ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കൺസെപ്റ്റ് വായിക്കണം എന്നുള്ള കാര്യം. കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഒരു ടൈം ലിമിറ്റ് വെക്കണം. നിങ്ങളൊരു 2 അല്ലെങ്കിൽ 2.5 മിനിറ്റിൽ കൂടുതൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈമാണ് അവിടെ റെഡ്യൂസ് ആവുന്നത്. മാക്സിമം നിങ്ങൾ എന്താണ് ആ ഒരു അതിലെ എന്തൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് ഞാനിപ്പം പറഞ്ഞത് ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഡെഫിനേഷൻ ഒരു ഷോർട്ട് ഫോം എഴുതുക. അതിൻ്റെ അതർ നെയിം ഉണ്ടെങ്കിൽ അതർ നെയിം, പിന്നെ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. അപ്പം ഇങ്ങനെയുള്ള ഓരോപ്പം അടുത്ത ഒരു ടെക്സ്റ്റ് ബി എന്ന് പറയുന്നത് അതിൽ അസസ്മെൻറ്റ് പാർട്ടാണെങ്കിൽ അവിടെ അസസ്മെൻറ്റ് അത് നോട്ട് ചെയ്യുക. അതിൽ തന്നെ സയൻസ് ആൻഡ് സിംപ്റ്റംസ് കാണാം. ഓക്കെ, നെക്സ്റ്റ് ഡയഗ്നോസിസ് ആണെങ്കിൽ അത് ഡയഗ്നോസിസ് എന്നുള്ള കാര്യം എന്താണ് ഷോർട്ട് ഫോമിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. എന്തിനാണ് ഈ നോട്ട് ചെയ്യാൻ പറയുന്നത്? നമ്മൾ കാണുമ്പോൾ അണ്ടർലൈൻ ചെയ്യുന്നു, ബട്ട് അതിൻ്റെ കൂടുതൽ ഒന്ന് നോട്ട് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്നുകൂടി കോൺഷ്യസ് ആവും ഓരോ ടെക്സ്റ്റ് എന്താണെന്നുള്ള കാര്യം. അതിനാണ് ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, പിന്നെ അതർ ദാൻ ദിസ് നമുക്ക് December 2 നമ്മുടെ എക്സാം എഴുതിയ കുറേ നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ ഒരു ഫീഡ്ബാക്കിൽ നമുക്ക് അവർക്ക് വന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ December 2 എക്സാം എഴുതിയ ആൾക്കാർക്ക് വന്നത്. അതെല്ലാം ബട്ട് പ്രീവിയസ്ലി വന്ന ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാസേജിൻ്റെ ഒരു സിമിലാരിറ്റി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അതേപോലത്തെ തന്നെ എന്താണ് ഇൻട്യൂബിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് പാർട്ട് എ എന്താണ് ഫസ്റ്റ് 3 സെറ്റ് ഓഫ്
സെക്ഷനായിട്ടാണ് റീഡിങ്ങിൻ്റെ ഇത് വന്നത് December 2-ന്. അപ്പം ഫസ്റ്റ് അതിൽ വന്നേക്കുന്നത് NG2 ഫീഡിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരിതുണ്ട്. അതിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ദെൻ ടൈപ്പ് ഉണ്ട്, ഇൻഡിക്കേഷൻസ് ഉണ്ട്, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ്, പിന്നെ പ്രൊസീജിയർ ആൻഡ് ദെൻ പ്രിക്കോഷൻസ്. ഇതാണ് എ പാർട്ടിൽ വന്നത്. ദെൻ അതിൻ്റെ സി പാർട്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതിയും പിന്നെ പാൻക്രിയാറ്റിക് ക്യാൻസറിനെ പറ്റിയുമാണ്. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചെക്കിംഗ് ആണ്. അതാണ് എ പാർട്ടിൽ വന്നത്. ടെമ്പറേച്ചർ ചെക്കിങ്ങിലെ അതിൻ്റെ ഓരോ ടെക്സ്റ്റും പറയുന്നത് ആ ടെമ്പറേച്ചർ ചെക്കിങ്ങിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷന്, പിന്നെ ടൈപ്സ്, പിന്നെ സൈഡ്സ് എന്താണ് സൈഡ്സ് എവിടെയൊക്കെയാണ് സൈഡ്സ് എന്നുള്ള കാര്യം, പിന്നെ നോർമൽ ടെമ്പറേച്ചർ ഡിഫറെൻറ്റ് സൈഡ്സ് ആ ഒരു കോറിലേഷനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സി പാർട്ട് എന്ന് പറയുന്നത് ഡയറ്റ് ഹെഡ് ഹൈപ്പോത്തസിസും, പിന്നെ C2 എന്ന് പറയുന്ന മെൻ്റൽ ഹെൽത്ത് സർവീസ് ഫോർ ചിൽഡ്രൻ എന്നുള്ളതാണ്. പിന്നെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ഫാജിയ ആയിരുന്നു. ഡിസ്ഫാജിയ ഇതെല്ലാം നമ്മൾക്ക് നേരത്തെ തന്നെ നേരത്തെ എക്സാമിന് ഇതിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഓക്കെ, ഡിസ്ഫാജിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷന്, ടൈപ്പ്, പിന്നെ ഇൻഡിക്കേഷൻസ് ഉണ്ട്, പിന്നെ കോംപ്ലിക്കേഷൻസ് ആൻഡ് ദെൻ അഡ്വൈസ് റിയാക്ഷൻസ്. ഇതൊക്കെയാണ് ഡിസ്ഫാജിയയിൽ ഇൻക്ലൂഡ് ആയത്. അതിൻ്റെ സി സെക്ഷനിൽ ഇംപ്ലാന്റ് ഡിവൈസസ് ആണ്. ഇങ്ങനെ 3 സെക്ഷനാണ് നമ്മുടെ റീഡിങ്ങിനെ ബേസ് ചെയ്ത് പ്രീവിയസ് എക്സാമിൽ വന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇനി നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പ്ലീസ് കമൻറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. നമുക്ക് എല്ലാ ടെക്സ്റ്റും കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കാൻ ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് 2 എക്സ്ട്രാക്റ്റ് മാത്രം എടുത്ത് നിങ്ങൾക്ക് ഇന്നൊരു ഡിസ്കഷൻ പോയത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ഇത് ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് മെൻഷൻ. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. എല്ലാവർക്കും എ പാർട്ട് ക്ലിയർ ആണെന്ന് തോന്നുന്നു, ഐ തിങ്ക്. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ മീനിങ് ഓഫ് ഇൻഡിക്കേറ്റർ. ഓക്കെ ദിലീപ്, ദ മീനിങ് ഓഫ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം, അതാണ് ഇൻഡിക്കേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നെസോഗ്യാസ്ട്രിക് ട്യൂബിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് ഓറലി ഇൻടേക്ക് പുവറായിട്ടുള്ള ഒരാൾക്കാണ് കൊടുക്കുന്നത് അല്ലേ, അതാണ് ഇൻഡിക്കേഷൻ എന്ന് ഉദ്ദേശിച്ചത്. അതിൻ്റെ പേർപ്പസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്, അതായത് എന്തിനാണ്, ഏത് സാഹചര്യത്തിലാണ് അതിൻ്റെ യൂസേജ് എന്നുള്ള കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇസ് ദർ എനി അതർ ഡൗട്ട്? വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ വീട്ടിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തെറ്റുന്ന ആൻസേഴ്സ് ക്രോസ് ചെക്ക് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്താണ് ആ മിസ്റ്റേക്ക് വരാനുള്ള റീസൺ. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ മേ ബി ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് അവിടെ വരാം. ആ വേർഡ് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവുന്നില്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ എന്താണ് അതിൻ്റെ ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് വരാം എന്നുള്ള കാര്യം ഡിസ്കഷൻ ചെയ്തു അല്ലേ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞു എന്താണ് അവിടെ സിവിയർ കഫിങ് എന്നുള്ളതിന് കഫിങ് ബാട്ട്ലി എന്നുള്ള കാര്യമായി അല്ലേ. അപ്പം ആ ഒരു കാര്യം എന്താണ്, ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ആ ഒരു നിങ്ങളുടെ മിസ്റ്റേക്കിൽ നിന്ന് തന്നെ നിങ്ങൾ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ആ ഒരു മിസ്റ്റേക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് നിങ്ങളെ ഉറപ്പായിട്ടും ഒരു ഹയർ സ്കോറിലോട്ട് എത്തിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് വലിയ ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ നമ്മൾക്ക് എ പാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ട്രൈ ടു എന്താണ് നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത്യാവശ്യം ആൻസറൊക്കെ കിട്ടുന്നുണ്ട്, സ്റ്റിൽ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ എ പാർട്ട് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ദാറ്റ് മീൻസ് എ പാർട്ടിന് 15 മിനിറ്റ്സ് എന്നുള്ള ടൈമിനെക്കാട്ടിലും അതൊന്ന് കുറച്ച് ഇപ്പം ഒരു ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ആദ്യമേ അത് പാടാണ്. ബട്ട് എന്താണ് ഗ്രാജുവലി അതെന്താണ് 15 ഒരു 13 അല്ലെങ്കിൽ 10 മിനിറ്റ്സിലോട്ട് നിങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത് കഴിഞ്ഞെങ്കിലേ നമ്മൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ടൈം കിട്ടത്തുള്ളൂ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്രോസ് ചെക്ക് അവർ ഈച്ച് ആൻസേഴ്സ്. ദാറ്റ് മീൻസ് റെപ്പറ്റേഷൻ ഒരു രീതിയിലും വരാൻ പാടില്ല. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. യെസ്, ഐ നോ ദാറ്റ് ടൈം മാനേജ്മെൻറ്റ് ഒരു ഡിഫിക്കൽട്ടാണെന്നുള്ള കാര്യം മാക്സിമം നിങ്ങൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നിങ്ങളുടെ തെറ്റ് ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ഏതൊക്കെയാണ് വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എ പാർട്ടിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ടുണ്ട്, എന്നാൽ ആൻസർ ഒരുമാതിരി കിട്ടുന്നുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പറയുന്നത്. നിങ്ങളൊരു 40 മിനിറ്റ്സ് സെറ്റ് ചെയ്യുക. ഓക്കെ, 40 മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ഒരു എ പാർട്ട് ചെയ്യുക.
എ പാർട്ട് എന്താണ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കല്ല, അടുത്ത ഒരു എന്താണ് ആൻസർ പോലും ചെക്ക് ചെയ്യാൻ ഒരു ബ്രേക്ക് എടുക്കല്ല, അടുത്ത ഒരു എ പാർട്ടും ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ഒരു 3 എ പാർട്ട് എന്താണ് അടുപ്പിച്ച് ചെയ്യുക. ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എ പാർട്ട് അടുപ്പിച്ച് ചെയ്യുക. എന്താണ് വിത്തൗട്ട് എനി ബ്രേക്ക്. ആ ഒരു എ പാർട്ട് നിങ്ങൾ ആ ഒരു 14 മിനിറ്റ് ആകുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നോ അത്ര എന്താണ് ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അടുത്തത് ചെയ്യുക. ഇങ്ങനെ ആ ഒരു 14 മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഓരോന്നും ചെയ്യുന്നു. ആ 3 സെറ്റ് ആ എ പാർട്ട് ചെയ്തതിന് ശേഷം എന്താണ് ആൻസർ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടാത്ത കുറച്ച് ക്വസ്റ്റ്യൻ കാണാം അല്ലേ. ആ കിട്ടാത്ത ക്വസ്റ്റ്യൻ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. ബട്ട് ആ വിത്തിൻ ടൈമിനുള്ളിൽ നിങ്ങൾക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റുന്നോ അതാണ് നിങ്ങളുടെ മാർക്ക്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മാക്സിമം എന്താണ് പിന്നെ നിങ്ങൾക്ക് കിട്ടാത്ത ആൻസർ ക്രോസ് ചെക്ക് ചെയ്ത് നിങ്ങളൊരു ആൻസറിലോട്ട് എത്തിയതിന് ശേഷം ആൻസർ എന്താണ് ക്രോസ് ചെക്ക് ചെയ്യുക. ആൻസർ കറക്റ്റാണോ എഴുതിയേക്കെന്നുള്ള കാര്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം കഴിഞ്ഞില്ല, വീണ്ടും നിങ്ങൾ ഓരോ ക്വസ്റ്റിനെ അനലൈസ് ചെയ്യണം. നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് ഇവിടെ എന്താണ് എനിക്ക് മിസ്റ്റേക്ക് വരാനുള്ള കാരണം, ലൊക്കേഷനാണോ ഡിഫിക്കൽട്ട്, അതോ സെൻറ്റൻസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രോബ്ലം ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ ഒരു പ്രാക്ടീസ് മെത്തേഡ് ഒരു 1 വീക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതൊരു കണ്ടിന്യൂസ് പ്രാക്ടീസ് വേണം. ഒരു 1 or 2 ഡേയ്സ് ചെയ്തിട്ട് യാതൊരു യൂസും ഇല്ല. ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു 1 വീക്ക് ഇത് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ വീക്ക് മാറുന്ന അനുസരിച്ച് എന്താണ് ഇപ്പം 40 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്, ടൈം റെഡ്യൂസ് ആക്കുക, നമ്പർ ഓഫ് മെറ്റീരിയലിൻ്റെ എന്താണ് കൂട്ടുക. അതായത് ഈ വീക്കിൽ നിങ്ങൾ 40 മിനിറ്റും 3 മെറ്റീരിയലുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് വീക്ക് എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് ഒരു ചേഞ്ചും ഇല്ല എന്നുണ്ടെങ്കിൽ 40 മിനിറ്റ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ബട്ട് ഒരു മൈന്യൂട്ട് ചേഞ്ചെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് 13 മിനിറ്റും ആക്കുക, 3 മെറ്റീരിയൽ എന്താണ് 4 മെറ്റീരിയൽ ആക്കുക. ഈ ഒരു അതായത് നമ്മൾ ആ അറ്റ് എ ടൈമിൽ തന്നെ പല രീതിയിൽ ചിന്തിക്കാൻ നമ്മളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുകയാണ്. അതിനാണ് ഈ ഒരു കണ്ടിന്യൂസ് പ്രാക്ടീസ് ഒന്ന് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ ഈ ടെക്നിക്ക് എന്താണെന്നുള്ളത്? ബാനു ക്ലിയർ ആണോ എന്താ ഞാൻ ഈ ഒരു ടെക്നിക്ക് എന്താ പറഞ്ഞതെന്നുള്ളത്? ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം, ഇത് കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതർവൈസ് ദാറ്റ് ഡസൻറ്റ് ഷോ എനി ഇഫക്റ്റീവ്നെസ്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ്, ഐ തിങ്ക് എല്ലാവർക്കും ഇന്നത്തെ സെക്ഷൻസ് ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. അതനുസരിച്ച് നമ്മൾ അടുത്ത സെക്ഷനുമായിട്ട് വരുന്നതായിരിക്കും. ആൻഡ് ദെൻ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗുഡ് ഡേ.